ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ്. നിലവിൽ SFIO BJPക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു. അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ കണ്ടു, അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് DGP ആയി സ്ഥാനക്കയറ്റം കൊടുത്തത്. കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും അഴിമതിയുടെ പേരിൽ CPM എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് അയച്ചാൽ അങ്ങോട്ട് പോകും. എന്തിനാണ് CPM എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത്? പിണറായി വിജയനെയും വിജയൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ. ഞാനത് പറയാൻ കാരണം, ഞാൻ വെറുതെ പറയുന്നത്, ഇത് എൻ്റെ കയ്യിലുള്ളത് ജാനുവരി 31 അവർ SFIO അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡറാണ്. ആ ഓർഡറിൽ നൗ ദെയർഫോർ ഇൻ ദ എക്സൈസ് ഓഫ് പവർ കൺഫേർഡ് സോ ആൻഡ് സോ the following officers are designated as inspectors to carry out the investigation എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിന് ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവിജിലേറ്റിംഗ് ഓഫീസർ shall complete the investigation and submit their report within 8 months to the central government. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട SFIO അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത്? ഇതിപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.